കാരണം മൂന്ന് ഗഡുക്കളായിട്ടാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഫണ്ട് കൊടുക്കുന്നത്. ആ മൂന്നാം ഗഡു കൊടുക്കാതെ ഇറങ്ങിപ്പോയ ആളുകളാണ് ഇപ്പൊ സമരം ചെയ്യുന്നത്. ഞങ്ങൾ ഒന്നാം ഗഡു കൊടുക്കുന്നതിനുള്ള നടപടികൾ പൂർത്തിയാക്കി വരികയാണ്. ഒന്നാം ഗഡു കൊടുക്കുന്നതിനുള്ള ഞങ്ങൾ ഒന്നാം ഗഡു കൊടുക്കുന്നതിനുള്ള നടപടികൾ പൂർത്തിയാക്കി വരികയാണ്. ഒന്നാം ഗഡു കൊടുക്കും ഉടൻ വിതരണം ചെയ്യും. കാലത്തെ മുന്നൊരുക്കങ്ങളൊക്കെ അന്തിമഘട്ടത്തിലാണ്. മഞ്ഞ കാർഡ് ഉടമകൾക്കും ക്ഷേമ സ്ഥാപനങ്ങളിലെ അന്തേവാസികൾക്കുമായി 6 ലക്ഷത്തിലധികം സൗജന്യ ഓണക്കിറ്റുകൾ വിതരണം ചെയ്യും. ഇതിനായി പണം അനുവദിച്ചിട്ടുണ്ട്. 854 രൂപ ചെലവ് വരുന്ന 16 ഇനങ്ങൾ അടങ്ങിയ കിറ്റുകളുടെ വിതരണം ഓഗസ്റ്റ് 10 മുതൽ 20 വരെ നടപ്പാക്കും. ഒരു തീരുമാനമെടുത്തു. ഭരണ പരിഷ്കാരങ്ങളുടെ ഭാഗമായി പദ്ധതികൾ വൈകുന്നത് നിരവധി വർഷങ്ങളായി സംസ്ഥാന ഖജനാവിൽ നിന്ന് കോടിക്കണക്കിന് രൂപ നഷ്ടപ്പെടുന്ന ലീക്കേജ് ഉണ്ടാകുന്ന സ്ഥിതിയിലേക്ക് മാറുകയാണ്. അതുകൊണ്ട് പൊതുഭരണ വകുപ്പിന്റെ നേതൃത്വത്തിൽ 5 പരിഷ്കാരങ്ങൾ ഭരണനിർവഹണവുമായി ബന്ധപ്പെട്ട ഒരു ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ രൂപീകരിക്കുന്നതിന് 5 കാര്യങ്ങൾ തീരുമാനമെടുത്തിട്ടുണ്ട്. ഒന്ന്, ഒരു സ്പെഷ്യൽ അസറ്റ് മാനേജ്മെന്റ് പ്ലാറ്റ്ഫോം ഫോർ അഡ്മിനിസ്ട്രേഷൻ, ട്രാക്കിംഗ് ആൻഡ് ഹാർമണൈസേഷൻ പോർട്ടൽ. ഒരു അസറ്റ് മാനേജ്മെന്റ് പ്ലാറ്റ്ഫോമാണ്. സർക്കാരിൻ്റെ ഉടമസ്ഥതയിലുള്ള മുഴുവൻ അസറ്റ്സിനെ കുറിച്ചുള്ള മുഴുവൻ ഡീറ്റെയിൽസ് അത് സർക്കാരിൻ്റെ പോർട്ടലിലുണ്ടാവും. മുഴുവൻ കാര്യങ്ങൾ, ഭൂമി, കെട്ടിടങ്ങൾ, പൈതൃക നിർമ്മിതികൾ, റോഡുകൾ, അണക്കെട്ടുകൾ, പാലങ്ങൾ, വാഹനങ്ങൾ, യന്ത്രസാമഗ്രികൾ ഉൾപ്പെടെയുള്ള മുഴുവൻ അസറ്റുകളുടെ ഒരു രജിസ്റ്റർ ഉണ്ടാവും. 2, പ്ലാൻ സ്പേസ് 2. അതൊരു പ്രോജക്റ്റ് രജിസ്റ്ററാണ്. എല്ലാ വകുപ്പുകളും അനുമതി നൽകുന്ന എല്ലാ ക്യാപിറ്റൽ പ്രോജക്ട്സ്, മൂലധന, ആദ്യത്തെ കാര്യം പ്ലാൻ സ്പേസ് 2.0, പ്ലാൻ സ്പേസ് പ്രോജക്റ്റ് രജിസ്റ്ററാണ്. പ്ലാൻ അതായത് എല്ലാ വകുപ്പുകളും അനുമതി നൽകുന്ന എല്ലാ മൂലധന പദ്ധതികൾ, അതായത് ക്യാപിറ്റൽ പ്രോജക്ട്സ്, അതെല്ലാം ജിയോ ടാഗ് ചെയ്യും. അതിന് ഒരു GIS അധിഷ്ഠിത പ്രോജക്റ്റ് രജിസ്റ്റർ മൊഡ്യൂൾ ഉൾപ്പെടുത്തി നിലവിലുള്ള പ്ലാൻ സ്പേസ് 2 പ്ലാറ്റ്ഫോം വിപുലീകരിക്കാനാണ് ലക്ഷ്യമിടുന്നത്. നിലവിൽ 1900-ലധികം, ഏകദേശം 2000-ഓളം പ്ലാൻ പദ്ധതികളുടെ സാമ്പത്തികവും ഭൗതികവുമായ പുരോഗതി ഇതിപ്പോൾ ട്രാക്ക് ചെയ്യുന്നുണ്ടെങ്കിലും ഇതിൽ ജിയോ മാപ്പിംഗ് സംവിധാനമില്ല. പോർട്ടലിന്റെ സിംഗിൾ മാപ്പ് ലെയറിൽ പദ്ധതി നടപ്പാക്കുന്ന സ്ഥലം, കോർഡിനേറ്റുകൾ, നടപ്പിലാക്കുന്ന ഏജൻസികൾ, ഇത് ചെയ്യുന്നത്, അനുമതി നൽകുന്ന അധികാരികൾ, ഫണ്ടിന്റെ സോഴ്സസ്, നിർമ്മാണ ഘട്ടങ്ങൾ, ഇതെല്ലാം ഈ പ്രോജക്റ്റ് രജിസ്റ്ററിലൂടെ എല്ലാ പ്രോജക്റ്റുകളും ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സംവിധാനമാണ്. 3, ഗവൺമെന്റ് സ്ഥാപനങ്ങളുടെ സമഗ്രമായ ഒരു രജിസ്ട്രി, ഒരു അസറ്റ് രജിസ്റ്റർ. 591 ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട് സർക്കാരിന്റെ കീഴിൽ. ഏകദേശം 19,000 കോടിയോളം രൂപയാണ് ഇതിന്റെ സാലറി ആയിട്ട് പോകുന്നത്. പലതും പല കാലത്ത് രൂപീകരിച്ച സ്ഥാപനങ്ങളാണ്. ആ ഉദ്ദേശ ലക്ഷ്യങ്ങൾ കഴിഞ്ഞിട്ടും പല രീതിയിൽ അത് തുടരുകയാണ്. പല സ്ഥാപനങ്ങൾ, പലരും ഡെപ്യൂട്ടേഷനിലൊക്കെ പോവാണ് പല ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്നും. അതെല്ലാം നമ്മളിന്ന് സമഗ്രമാക്കും. അത് ഒരേ സ്വഭാവമുള്ള ധാരാളം സ്ഥാപനങ്ങളുണ്ട്. ആ സ്ഥാപനങ്ങളെ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യും, സമഗ്രമാക്കും, ഒരുമിച്ച് ഇൻ്റഗ്രേറ്റ് ചെയ്യും. അതിനുള്ള ഒരു വിപുലമായ ഒരു പദ്ധതിയാണ് ചെയ്യുന്നത്. പിന്നെ 4-മത്തെ കാര്യം, കാലഹരണപ്പെട്ടതും അനാവശ്യവും പരസ്പര വിരുദ്ധവുമായ നിയമങ്ങളുടെ സമഗ്രമായ അവലോകനവും അതിൻ്റെ ഭേദഗതിയും. ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള ധാരാളം നിയമങ്ങളുണ്ട്. പിന്നെ പല ആക്ടിൽ തന്നെ പരസ്പര വിരുദ്ധമായ പ്രൊവിഷൻസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതെല്ലാം ഓരോ പ്രോജക്റ്റുകളും മറ്റും ഇംപ്ലിമെന്റേഷൻ സ്റ്റേജിലാണ് അതിനകത്ത് ഏറ്റവും കൂടുതൽ പ്രയാസം അനുഭവിക്കുന്നത്. അപ്പം അതിനുള്ള ഭേദഗതി, നിയമപരമായ ഭേദഗതി ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു വലിയ പ്രിപ്പറേഷൻ ഉണ്ടാകും. 5-മത്തെ, മികച്ച ജീവിത സൗകര്യത്തിനും ബിസിനസ് സുഗമമാക്കുന്നതിനുമുള്ള പ്രോസസ് പരിഷ്കാരങ്ങൾ. അതായത് ബിസിനസ്സുകൾ ആയിട്ട് വരുന്നവരൊക്കെ കേരള സർക്കാരുമായി നടത്തുന്ന ഇടപെടലുകളെ ലളിതമാക്കുന്നതിനായിട്ട് നിയമങ്ങൾ, ചട്ടങ്ങൾ എന്നിവ ആധുനികവൽക്കരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സംസ്ഥാനതല പ്രോസസ് റീ എഞ്ചിനീയറിംഗ് പരിപാടിയാണ്.
അതായത് ധനകാര്യം, നിയമം, നികുതി, വ്യവസായം, റവന്യൂ, തദ്ദേശ സ്വയംഭരണ തുടങ്ങിയ പ്രധാന വകുപ്പുകളിലെ പരമ്പരാഗതമായ രീതികൾ പലപ്പോഴും പല ഫയലുകളായി പോകുന്നതിനും അനാവശ്യമായ പേപ്പർ സമർപ്പണത്തിനും ഒന്നിലധികം പരിശോധനാ ഘട്ടങ്ങൾക്കും അനാവശ്യമായ ഓഫീസ് സന്ദർശനങ്ങൾക്കും ഇത് കാരണമാകുന്നു. അപ്പോൾ നിർദ്ദിഷ്ട നമ്മൾ പറഞ്ഞ ഡിജിറ്റൽ തത്വങ്ങൾ സ്വീകരിച്ചുകൊണ്ട് ഈ സേവന നടപടികളെ ലളിതമാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. നമ്മളിത് നടപ്പാക്കി കഴിയുമ്പോൾ വലിയ മാറ്റമായിരിക്കും പദ്ധതികളുടെ കാര്യങ്ങളിൽ. സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ദൈനംദിന ജീവിതത്തിൽ അവർ സർക്കാരുകളും ഓഫീസുകളുമായിട്ടുള്ള ബന്ധത്തിൻ്റെ നടപടിക്രമങ്ങൾ ലളിതവൽക്കരിക്കുന്നതിനും ലഘൂകരിക്കുന്നതിനും വേണ്ടിയിട്ടുള്ള നടപടിയാണ് ഇത്. അതുപോലെ പൊതുഭരണ വകുപ്പിൻ്റെ ഈ മുൻഗണനാ പദ്ധതി നിർവഹണത്തിനും വകുപ്പുകൾ പ്രയോറിറ്റി പ്രോജക്റ്റുകളുടെ എക്സിക്യൂഷന് വേണ്ടിയിട്ട് വകുപ്പുകൾ തമ്മിലുള്ള ഏകോപനത്തിനായി സെക്രട്ടറിമാരുടെ ഒരു എംപവേർഡ് കമ്മിറ്റി രൂപീകരിക്കും. പിന്നെ തിരുവനന്തപുരം ജില്ലയിൽ നമ്മൾ നേരത്തെ 90 ഏക്കർ ഭൂമി ബ്രഹ്മോസ് എയറോസ്പേസ് നൽകിയിട്ടുണ്ട്. അത് 150 ഏക്കറാണ് അവർക്ക് കൊടുക്കേണ്ടത്. യഥാർത്ഥത്തിൽ 90 കൊടുത്തിട്ടുള്ളൂ. 90 കൂടി കൊടുത്താൽ മാത്രമാണ് DRDOയിൽ നിന്ന് അതിൻ്റെ ബാക്കിയുള്ള അംഗീകാരം കിട്ടുള്ളൂ. അപ്പോൾ ബാക്കിയുള്ള 90 ഏക്കർ കൂടി ബ്രഹ്മോസ് എയറോസ്പേസിന് നൽകിക്കൊണ്ട് DRDOക്കാണ് നമ്മളത് കൊടുക്കുന്നത്. ആ തീരുമാനം എടുത്തിട്ടുണ്ട്. പിന്നെ കെൽട്രോണിൻ്റെ അംഗീകൃത ഓഹരി മൂലധനം നിലവിലുള്ള 35 കോടി രൂപയിൽ നിന്നും 60 കോടി രൂപയായി ഉയർത്താൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. പിന്നെയുള്ളൊരു പ്രധാനപ്പെട്ട കാര്യം, അഡീഷണൽ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ വിജിലൻസ് ആയി G ശശീന്ദ്രനെ നിയമിച്ചിട്ടുണ്ട്. ഇതാണ് പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ. അതുപോലെ ലേബർ കോഡ് നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി എല്ലാ ട്രേഡ് യൂണിയനുകളുമായി സംസാരിച്ചൊരു തീരുമാനമെടുക്കും. ഡോക്ടർ KK രാമചന്ദ്രനെ കേരള സ്റ്റേറ്റ് കൗൺസിൽ ഫോർ സയൻസ്, ടെക്നോളജി ആൻഡ് എൻവയോൺമെന്റിന്റെ എക്സിക്യൂട്ടീവ് വൈസ് പ്രസിഡന്റായിട്ട് നിയമിച്ചു. ഇത്രയും തീരുമാനങ്ങളാണ് എടുത്തിരിക്കുന്നത്. അത് വേറെ ഒരു രണ്ടാമത്തെ തീരുമാനം. അത് അറിയിക്കും പിന്നീട്. അതിൽ നമുക്ക് സംസ്ഥാനത്തുള്ള ഏജൻസികളെ ഏതെല്ലാം തരത്തിൽ ഫലപ്രദമായി ഉപയോഗിക്കാൻ പറ്റും ആ ഏജൻസികൾ ഉപയോഗിക്കും. കാരണം നമ്മുടെ ഡേറ്റാ സെക്യൂരിറ്റിയൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പം നമ്മൾ പോർട്ടൽ ചെയ്തിരിക്കുന്നത് ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയാണ് ചെയ്തിരിക്കുന്നത്. പോർട്ടൽ 100 ഡേയ്സിൻ്റെ പ്രോജക്റ്റ് ചെയ്തിരിക്കുന്ന ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയാണ് പോർട്ടൽ. കേരളത്തിൽ തന്നെയുള്ള ഏജൻസിയാണ്. അവരുടെ പരിമിതിക്ക് അപ്പുറം വന്നാൽ മാത്രമാണ് മറ്റ് ഏജൻസികളെ, സംസ്ഥാനത്തുള്ള ഏജൻസികളെ തന്നെ ഫലപ്രദമായി ഉപയോഗിക്കും. അതിൻ്റെ പരിധിക്ക് അപ്പുറത്ത് വരുവാണെങ്കിൽ മാത്രമാണ് മറ്റ് ഏജൻസികളെ കുറിച്ച് നമ്മൾ ആലോചിക്കുക. അല്ല, ഇതിൻ്റെ അകത്തുള്ളൊരു പ്രശ്നം, ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനത്തും ഇത് നടപ്പാക്കി കഴിഞ്ഞു. കേരളത്തിൽ ഇത് നടപ്പിലാക്കിയിട്ടില്ല. ഇത് പാർലമെന്റ് പാസ്സാക്കിയ നിയമമാണ്. ഇതിന്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തൊഴിൽ നിയമവും പ്രാബല്യത്തിലില്ല. മറ്റേ തൊഴിൽ നിയമങ്ങൾ ഇല്ലാതായി. അപ്പോൾ നമ്മളൊരു അനിശ്ചിതത്വമുണ്ട് ഈ രംഗത്ത്. അതെങ്ങനെ പരിഹരിക്കാൻ പറ്റും? പുതിയ ലേബർ കോഡിൽ വന്നിരിക്കുന്ന തൊഴിലാളി വിരുദ്ധമായ കാര്യങ്ങൾ എങ്ങനെ അതിനെ അഡ്രസ്സ് ചെയ്യും എന്ന് ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. നടപ്പാക്കില്ല എന്ന് പറയാൻ എളുപ്പമാണ്, പക്ഷേ ഒരു തൊഴിൽ നിയമവും പ്രാബല്യത്തിൽ ഇല്ലാത്ത സ്ഥിതി വരും. നേരത്തെ തൊഴിൽ നിയമങ്ങളെല്ലാം ഇല്ലാതായി. ഗവൺമെന്റിന്റെ മുമ്പിലുള്ള പ്രശ്നം മനസ്സിലായല്ലോ. നേരത്തെ ഒരു തൊഴിൽ നിയമവും ഇല്ല. ഒരു തൊഴിൽ നിയമവും ഇല്ലാതെ ഈ തൊഴിലാളികളെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റുമോ? ഇതിൻ്റെ അകത്തുള്ള എല്ലാ കാര്യങ്ങളോടും അല്ല എതിർപ്പ്. 3-4 പ്രധാനപ്പെട്ട പോയിന്റുകളാണ് എതിർപ്പ്. ഞങ്ങളും പാർട്ടി എന്നുള്ള നിലയിൽ ലേബർ കോഡിനെ പാർലമെന്റിൽ ഞങ്ങൾ എതിർത്തതാണ്. പക്ഷേ ഏതെങ്കിലും തൊഴിൽ നിയമം സംസ്ഥാനത്ത് ഇല്ലാതിരിക്കുന്ന ഒരു സാഹചര്യം വരാൻ പറ്റുമോ? തൊഴിലാളികൾക്ക് പ്രൊട്ടക്ഷൻ ഇല്ല. അപ്പോൾ അങ്ങനത്തെ ഒരു അനിശ്ചിതത്വം നിലനിൽക്കുകയാണ്. അതിനൊരു പരിഹാരം ഉണ്ടാകണ്ടേ? അതാണ്. അത് ആഭ്യന്തര വകുപ്പ് പരിശോധിച്ച് വേണ്ട ഉചിതമായ നടപടികൾ സ്വീകരിക്കും.
ഈ ഓണക്കാലത്തിന് മുന്നോടിയായിട്ട് വലിയ രീതിയിൽ അരി ഉൾപ്പെടെയുള്ള സാധനങ്ങൾക്ക് വിലക്കയറ്റം ഉണ്ടാകുന്നുണ്ട്, ഇതിനൊരു ആശങ്ക നിലനിൽക്കുന്നുണ്ട്. എന്തെങ്കിലും നടപടികൾ അതിലുണ്ടായിട്ടുണ്ടോ? തീർച്ചയായിട്ടും വിലക്കയറ്റം നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സജീവമായ ഇടപെടലുകൾ സംസ്ഥാന സർക്കാർ നടത്തുന്നുണ്ട്. സർക്കാരിൻ്റെ 2 മാസത്തെ പ്രവർത്തന കാലയളവിൽ 448 കോടി രൂപ ഇപ്പം തന്നെ വകുപ്പിനായി അനുവദിച്ചു. വിപണി ഇടപെടലിനായി 273 കോടി രൂപയും, അതായത് സൗജന്യ കിറ്റ് ഉൾപ്പെടെ, നെല്ല് സംഭരണ ബോണസായി 154 കോടി രൂപയും, ഗതാഗത ചാർജിനത്തിൽ 20 കോടി രൂപയും കൊടുക്കും. ഓണക്കാലത്തെ മുന്നൊരുക്കങ്ങളൊക്കെ അന്തിമഘട്ടത്തിലാണ്. മഞ്ഞ കാർഡ് ഉടമകൾക്കും ക്ഷേമ സ്ഥാപനങ്ങളിലെ അന്തേവാസികൾക്കുമായി 6 ലക്ഷത്തിലധികം സൗജന്യ ഓണക്കിറ്റുകൾ വിതരണം ചെയ്യും. ഇതിനായി പണം അനുവദിച്ചിട്ടുണ്ട്. 854 രൂപ ചെലവ് വരുന്ന 16 ഇനങ്ങൾ അടങ്ങിയ കിറ്റുകളുടെ വിതരണം ഓഗസ്റ്റ് 10 മുതൽ 20 വരെ നടപ്പാക്കും. വിപണിയിലെ അരി വിലക്കയറ്റം നിയന്ത്രിക്കാൻ 1,65,932 മെട്രിക് ടൺ അരിയും 24,506 മെട്രിക് ടൺ ഗോതമ്പും ലഭ്യമാക്കും. മുൻഗണനേതര വിഭാഗത്തിലെ നീല കാർഡുകാർക്ക് 10 രൂപ 90 പൈസ നിരക്കിൽ 3 കിലോ അരിയും 8 രൂപ 70 പൈസ നിരക്കിൽ 2 കിലോ ഗോതമ്പും സ്പെഷ്യൽ ആനുകൂല്യമായി വിതരണം ചെയ്യും. പിന്നെ വിപണി ഇടപെടലിന്റെ ഭാഗമായി തിരുവനന്തപുരം, എറണാകുളം, കോഴിക്കോട് ജില്ലകളിൽ ഓഗസ്റ്റ് 8 മുതൽ 25 വരെ ഓണം മെഗാ ട്രേഡ് ഫെയറുകൾ ഉണ്ടാകും. മറ്റ് 11 ജില്ലകളിൽ ഓഗസ്റ്റ് 16 മുതൽ 25 വരെ ഓണം ജില്ലാ ഫെയറുകളും 126 നിയമസഭാ മണ്ഡലങ്ങളിൽ ഓണം മാർക്കറ്റുകളും സംഘടിപ്പിക്കും. അപ്പോൾ വിപണിയിലെ വിലക്കയറ്റം ഇടപെടാൻ വേണ്ടി ജാഗ്രതയോടുകൂടി സർക്കാർ പ്രവർത്തിക്കുന്നുണ്ട്. നന്നായി. കാരണം 3 ഗഡുക്കളായിട്ടാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഫണ്ട് കൊടുക്കുന്നത്. ആ 3 ഗഡു കൊടുക്കാതെ ഇറങ്ങിപ്പോയ ആളുകളാണ് ഇപ്പൊ സമരം ചെയ്യുന്നത്. ഞങ്ങൾ 1 ഗഡു കൊടുക്കുന്നതിനുള്ള നടപടികൾ പൂർത്തിയാക്കി വരികയാണ്. 1 ഗഡു കൊടുക്കുന്നതിനുള്ള 1 ഗഡു കൊടുക്കും, ഉടൻ വിതരണം ചെയ്യും.